പാടുപെട്ട് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താ 1000 കുറ്റം പറയും. ഓ, ഒരു വലിയ സത്യവാൻ. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കുള്ളൂ. ഈ അടുത്ത കാലത്തങ്ങും ഇതുപോലൊരു തലക്കടി കിട്ടിയിട്ടില്ല. തല്ലി പരിപ്പെടുത്തുകൾ. അയ്യോ അയ്യോ എന്തു ചേട്ടാ? അയ്യോ, ഏത് ദ്രോഹിയാണ് ചെയ്തത്? സത്യം പറഞ്ഞ എനിക്ക് കിട്ടിയ ദണ്ഡനയാണ് എന്റെ ഈ തലയിൽ കാണുന്ന കെട്ട്. എന്തായാലും ഈ തങ്കപ്പനെ സത്യത്തിന്റെ പാതയിൽ നിന്ന് മാറ്റാൻ ഒരിക്കലും വിചാരിച്ചാലും സാധിക്കില്ല. അത് ശരി, എന്ത് സത്യ പറഞ്ഞത്? നമ്മുടെ സുധാകരന്റെ പെങ്ങളുടെ പാട്ട് ഓണാഘോഷത്തിന് ജവഹർ കോളനി പാടാൻ കമ്പോസ് ചെയ്തത്രേ. എന്നെ കണ്ടപ്പോ ഒന്ന് പാടിക്കേപ്പിച്ചു. ഞാൻ കേട്ടു. സത്യസന്ധമായിട്ടൊരു അഭിപ്രായവും പറഞ്ഞു. കമന്റ് എന്തായിരുന്നു? ഒന്നുമില്ല മോളെ, നീ ഒരു പാട്ടുകാരിയാകുന്നത് ഒരു സാമൂഹ്യ വിപത്താണെന്ന് ഒറ്റ വാക്കിലൊരു സത്യം പറഞ്ഞു. പിന്നെ ഞാൻ കാണുന്നത് ഒരു 19 പൊന്നീച്ചകൾ എന്റെ ചുറ്റും വട്ടവിട്ട് പറക്കുന്നതാണ്. കൈ കിട്ടിയ വിറകൊള്ളി കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിട്ട് താങ്ങിയത്. ഇപ്പൊ മനസ്സിലായല്ലോ. എന്നോട് പറഞ്ഞത് ഞാൻ സഹിച്ചു, കാരണം ഞാൻ ഭാര്യയായി പോയില്ലേ. പക്ഷേ അതുപോലെയാണോ നാട്ടുകാര്? എടി, ഒരു സത്യാന്വേഷി സദാ അഗ്നിപരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും, പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് ഗലീലിയോയ്ക്ക് എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞതിന് ഗാന്ധിജിക്ക് ആഫ്രിക്കയിൽ നിന്ന് വരെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? യുധിഷ്ഠിരൻ, ശിബി, പ്രോമത്തിയൂസ്, പിന്നെ ഈ തങ്കപ്പൻ, ഇവരെല്ലാം സത്യത്തിന്റെ സംരക്ഷണത്തിനായി ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അടിയോടുകൂടി ഞാൻ സത്യത്തിനു വേണ്ടി കൂടുതൽ അടിപ്പെട്ട് കഴിഞ്ഞു. ഈ പോക്ക് പോയാ ഇനിയും അടി ഉറപ്പാ. സത്യമേവ ജയതേ, ഓ സത്യമേവ ജയതേ. പതുക്കെ വീട്ടിൽ കൊണ്ടുവിടാ രവിയേട്ടാ. വേണ്ട വേണ്ട വേണ്ട. അല്ലെങ്കിൽ രവിയേട്ടൻ ഇങ്ങനെയാ. ദേ, എന്നോട് പിണങ്ങരുതട്ടാ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. പുറകെ പിന്തുടർന്ന് ഓടിച്ചപ്പോഴും പൊട്ടക്കിണറ്റിലൊന്നും വീഴരുന്നായിരുന്നു ഈ ഉള്ളവന്റെ പ്രാർത്ഥന. അമ്മേ, നീയൊക്കെ എന്തോ വിചാരിച്ചു? എന്നെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലാമെന്നോ? എവിടാ സ്ഥലം? ഭരതന്നൂര്. കാസർകോട്ടേക്ക് പോണോ? നിന്റെ വീട് എവിടെ? നാവ് വായിൽ കിടന്നാ മതി. എടോ, AKCP കുറിച്ച് താൻ എന്തുവാ വിചാരിച്ചേ? അങ്ങ് ഡൽഹിയിലാ വിളി വന്നിരിക്കുന്നത്, അറിയാവോ? ദേ, ലേസാൻ കമ്മിറ്റിയിൽ വിവരം അറിയിച്ചാലേ നിന്റെയൊക്കെ തൊപ്പി തെറിച്ചു, അറിയാവോ? രവിയേട്ടാ, അവരുടെ തൊപ്പി തെറിച്ചോട്ടെ, എന്റെ തൊപ്പിയിലൊരു ഇളവ് തരണം. എടോ, തനിക്ക് തൊപ്പി ഉണ്ടായിട്ട് എന്തോ കാര്യം? രവിയേട്ടൻ അറിയോ, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പുലിയാണ്, പുലി. ചതിക്കരുത്. വിട്. എന്നെ ചൂണ്ടിക്കാണിച്ച അവനുണ്ടല്ലോ, തങ്കപ്പൻ, സത്യവാൻ പോലും എംബോക്കി. അവനെ എനിക്കൊന്ന് കാണണം. അരുത് രവിയേട്ടാ, അരുത്. ഇനിയും വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ ആളത്ര നല്ലവരൊന്നുമല്ല കേട്ടോ. അല്ലെങ്കിൽ ആ തങ്കപ്പൻ പറയുന്നത് കേട്ട് കുളിച്ചിരുന്ന് എന്നെ താൻ ഫോളോ ചെയ്ത് പിടിക്കുമായിരുന്നു. സോറി രവിയേട്ടാ. സോറി. എടോ, താൻ നന്നായിട്ട് ചെവിയിൽ നുള്ളിക്കോ. എന്റെ ചെവിയിലില്ല, തന്റെ ചെവിയില്. അഹങ്കാരിയാണെന്ന് കണ്ടാത്തൊന്നുമില്ല. സാറേ, അയാള് ചെവി നുള്ളാൻ പറഞ്ഞതേ കളിയായിട്ട് തള്ളിക്കളയരുത്. അയാളെന്നെ എന്ത് ചെയ്യും? പോങ്ങമ്പാറ സ്റ്റേഷനിലെ SI കൂലിക്ക് ആളെ വിട്ട് തല്ലിച്ച മോനാ. ആ SI സാറിന്റെ അടുത്തും ഇതുപോലെയാ പറഞ്ഞത്, ചെവി നുള്ളിക്കോളാൻ. കുറച്ച് വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? ഇല്ല, ഇവിടെ കിട്ടില്ല. അയ്യോ, എന്റെ ബോധം പോയി. അയ്യോ സാറേ, 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 അയ്യോ സാറേ. എന്താ അച്ചായ? അവനെവിടെ തങ്കപ്പൻ? അകത്ത് കിടക്കുക. എനിക്കൊന്ന് കാണണം. വാ.
ഇതാര് ചാക്കോ അവർകളോ? അപ്പോ രവിചന്ദ്രൻ ഒന്ന് മേജിട്ട് പോയ ഒരു ലക്ഷണമുണ്ടല്ലോ. അല്ല, ഇത് വേറൊരാള് പെരുമാറിയതാ. ആ. അതെ, സത്യം പറഞ്ഞതിന് കിട്ടിയ പ്രതിഫലം. ഓഹോ, ആ സുധാകരന്റെ അതെ അതെ. തന്റെ വലത്തെ കൈക്കും കാലിനും നെഞ്ചിനും വല്ല പരുക്ക പറ്റുണ്ടോ? ഇല്ല. എന്താ ചാക്കോ അവർകൾ അങ്ങനെ ചോദിച്ചത്? അതുകൂടെ ഇടിച്ച് കലക്കാൻ വേറൊരുത്തം വരുന്നുണ്ട്. ആര്? രവിചന്ദ്രൻ. ആ പോലീസുകാർക്ക് താനല്ലേ അവനെ കാണിച്ചു കൊടുത്തത്? അവൻ തന്നെ വന്നൊന്ന് ശരിയായിട്ട് കാണാതിരിക്കുക. എന്റെ ചാക്കോ അവർകളെ, എനിക്കൊരുത്തനെയും പേടില്ല. ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയും. പറയട്ടെ, ദേഹം മുഴുവൻ ബാൻഡേജ് കൊണ്ട് മൂടുമ്പോ താനെ നിർത്തിക്കോളും. അവസാനത്തെ ബാൻഡേജ് എന്റെ വായിലൊട്ടിക്കുന്നത് വരെ ഞാൻ സത്യം മാത്രമേ പറയൂ. ഏതായാലും ഓണക്കാലമായിട്ട് കോളനിയിൽ ഒരു സംഘർഷം വേണ്ട. ഞാൻ ആ രവീന്ദ്രനുമായിട്ട് സംസാരിക്കട്ടെ. റെസ്റ്റ് എടുത്തോ. സത്യം പറഞ്ഞ് ചതഞ്ഞു പോയല്ലോ ഈശോയെ. സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ. ഈ AKCP നേതാവിന്റെ യഥാർത്ഥ ശക്തി എന്തെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നേതാവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവന്റെ എല്ലൊടിച്ച് കേന്ദ്ര കമ്മിറ്റിയിലോട്ട് കൊറിയറായിട്ട് അയക്കും. അയക്കണം. ഇനി മേലിൽ അവൻ ആരുടെ മുഖത്ത് നോക്കി സത്യം പറയരുത്. ഒരു സത്യവൻ. ഓ രവിചന്ദ്ര, ഒന്ന് നിന്നേ. ആ, ആ. ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. കണ്ടോളൂ, എന്താ ഈ ഓണാഘോഷ പരിപാടിയൊക്കെ? അതല്ല അങ്ങനെ നടക്കുന്നു. ആ. ഓണാഘോഷത്തിന് നമ്മുടെ കോളനിക്കാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറണം. രവിചന്ദ്രൻ പഴയ കഥാപ്രസംഗക്കാരനാണെന്ന് എനിക്കറിയാം. എന്തായാലും രവീന്ദ്രൻ ഒരു കഥാപ്രസംഗം ഉണ്ടായിരിക്കണം. ഞാൻ വല്ലതും പറഞ്ഞ അത് അധിക പ്രസംഗമായി പോകും ചാക്കോ സാറേ. എന്താ രവീന്ദ്ര? ഓണാഘോഷത്തിന് ഞാൻ സഹകരിക്കണമെങ്കിൽ ആ തങ്കപ്പനെ സത്യവാനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് റദ്ദാക്കണം. രവീന്ദ്ര, ക്ഷമിച്ചുകളാ. അവന് സത്യം തലക്കി പിടിച്ചു പോയതോട് പറ്റിയതാ. എന്തായാലും എനിക്കവനെ ഒന്ന് കാണണം. കാണാം. ഇപ്പൊ തകപ്പനോട് ഇതിന് പകരം ചോദിക്കാൻ പോയാൽ രവിചന്ദ്രൻ സത്യത്തിന് എതിരാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. ഈ ഓണം ഒന്ന് കഴിയട്ടെ, നമുക്ക് ചോദിക്കാം. ഇല്ല ചാക്കോ സാറേ, എനിക്ക് അവനെ കണ്ട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി രവീന്ദ്രന്റെ ഇഷ്ടം പോലെ. അല്ല നേതാവേ, ചാക്കോ സാർ പറഞ്ഞതിൽ കാര്യമില്ല. ശരിയാ. അപ്പൊ തങ്കപ്പൻ സത്യവാനാണ്. പത്രത്തിൽ വാർത്തയും വന്നതാ. ഇതിന്റെ പേരിൽ AKCPയുടെ നേതാവ് ചോദ്യം ചെയ്യാൻ ചെന്നാ അത് ചിലപ്പോ പ്രതികൂലമായി ബാധിച്ചെന്ന് വരും. ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നേരെ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ സത്യസന്ധതയ്ക്ക് AKCPയുടെ പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം, നാളെ ഈ വിവരം ഒരു വാർത്തയായി പത്രത്തിൽ അച്ചടിച്ചു വരണം. AKCP സത്യസന്ധന്മാരുടെ പാർട്ടിയാണെന്ന് ജനം തെറ്റിദ്ധരിച്ചോട്ടെ. അല്ലേ? ബാ. ചാക്കോ സാർ പറഞ്ഞത് നേരാണല്ലോ. ആ രവിചന്ദ്രൻ നേതാവ് പാർട്ടിക്കാരെയും കൂട്ടി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അയ്യോ, തങ്കപ്പേട്ട, തങ്കപ്പേട്ട, ഒന്നെണീക്കൂ. അയ്യോ, ഒന്നെണീക്കൂ. എന്തോന്നാടി? എവിടെങ്കിലും പോയി ഒളിക്ക്. എവിടെ ഒളിക്കാൻ? അല്ല, അത് പിന്നെ എങ്ങോട്ടെങ്കിലും ഒളിക്ക്. നീ കിടന്ന് പെടക്കാതെ കാര്യം പറ പൊന്നമ്മേ. നിങ്ങൾ ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേക്ക്. നീ എന്താടി പ്രശ്നം? അയ്യോ, അങ്ങോട്ട് പോയി ഒളിക്ക് മനുഷ്യ. കേറ്. എന്തുവാ? അയ്യോ, അവിടെ മിണ്ടാതിരി. അയ്യോ, ആരത്? എന്താ നേതാവ് ഈ വഴിക്ക്? ചുമ്മാ തമ്പക്കനില്ലേ? ആര്? തങ്കപ്പൻ. തങ്കപ്പേട്ടൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിരിക്കാ. വരട്ടെ. അപ്പോ നമുക്ക് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ? പരുക്ക് പറ്റി കിടക്കുമല്ലായിരുന്നു. എഴുന്നേറ്റ് നടക്കാറായോ? വലിയ പരിക്കൊന്നും കൂടാതെ. അല്ല, വലിയ പരിക്കൊന്നും ഇല്ല. അപ്പോ തങ്കപ്പൻ ഇവിടെ ഇല്ല. ആരാ തുമ്മിയത്? ഞാന്. എന്താ തുമ്മലൊരു പുരുഷ ശബ്ദം? പൊന്നമ്മേ, കളി എന്നോട് വേണ്ട. എവിടെ പോയി അവൻ?
നിങ്ങൾ വന്നത് കൊണ്ടാണല്ലേ പൊന്നമ്മ എന്നോട് ഇവിടെ വിളിക്കാൻ പറഞ്ഞത്? അയ്യോ ചേട്ടൻ ഇതിനകത്തുണ്ടായിരുന്നോ? അയ്യോ അറിഞ്ഞില്ല. നീയല്ലേ എന്നോട് യവനേക്കുള്ളിൽ മറിഞ്ഞിരിക്കാൻ പറഞ്ഞത്? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ. നമിച്ചടേ തങ്കപ്പ, നമിച്ച്. പെറ്റ തള്ളയാണ് സത്യം. നീ ഇത്രയും ഭയങ്കര സത്യസന്ധനാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പല സത്യന്മാരെയും അല്ല സത്യസന്ധന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെ ഇത്രയും കൊടും സത്യവാനെ ഞാൻ ആദ്യമായിട്ട് കാണുക. സത്യം ചര, ധർമ്മം ചര. അതാ നിനക്ക് നല്ലത്, ചര. അതാണ് എന്റെ ആപ്തവാക്യം. നീ AKCP-യിലോട്ട് വാ. എന്നെ പോലെ സത്യസന്ധനായ ഒരാളുടെ കൂടെ ഇതുപോലെ സത്യവാൻ കൂടി വേണം. നമുക്ക് 2 സത്യവാന്മാർക്ക് കൂടി ഈ കോളനി ഒന്ന് കുളമാക്കി എടുക്കാം. ഏത്? എന്ത്? AKCP-യില? എന്ത് ഒരു പുജ്ഞം പോലെ? AKCP അത്ര കുറഞ്ഞ പാർട്ടിയാണോ? സംശയം എന്തോന്നു? ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു പാർട്ടി ഈ കേരളക്കരയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ജിഗുപ്താവഹം, മ്ലേച്ഛം. തങ്കപ്പണ്ണ, നിങ്ങൾ ഞങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കും. പക്ഷേ AKCP-യെ കുറിച്ച് അത് വേണ്ട. സഹോദര, എന്നോട് അഭിപ്രായം ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. തിരുവനന്തപുരം ഭാഷയിൽ AKCP അയ്യം കൊള്ളൂല. തങ്കപ്പ വേണ്ട, എന്നെ കുറിച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് എന്റെ പാർട്ടി ഐ കോണ്ട് ടോളറേറ്റ് ദാറ്റ്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കൽ കൂടെ പറ. ഇനിയും പറയും. അത്രയ്ക്ക് സാമർഥ്യം ഉണ്ടോ നിനക്ക്? ഉണ്ട്. ആഹാ, എങ്കിൽ ഒന്നുകൂടെ പറയടാ. AKCP അയ്യം കൊള്ളത്തില്ല, കൊള്ളത്തില്ല, കൊള്ളത്തില്ല. നേതാവായ നിങ്ങളും ശരിയല്ല. ആഹാ. അയ്യോ, 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 നീ അടി എരുന്ന് മേടിച്ചതാ. ബാ. എന്റെ ഗുരുവായൂർ പരീക്ഷിക്കണേ. തെറ്റില്ലെന്നല്ലേ പറഞ്ഞത്? മര്യാദകളെ 2 പിടി വെച്ചു നാളെ ഞാൻ. തെറ്റില്ല, പോയി നിൽക്കവിടെ. രണ്ടിനും ബുദ്ധിയില്ല. അയ്യോ വരെ പോലെ ഒരു കള്ളം കൂടി ജയിക്കാം. ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചടോ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത കരുത. അതിന് വിലാസിന് കളി വട്ടണ്ട. അയാളെ അങ്ങനെ വിളയാടാൻ സമ്മതിച്ചുകൂടാ സാറേ. വിലാസിനെ ഒന്ന് ചുമ്മാതിരുന്നേ. അതിന് നമുക്ക് കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ ചന്ദമ്മേ? സാറ് നോക്കിക്കോ, ഇനി അടുത്ത സാരനാ. അതേ സ്വല്പം പുളിക്കും. എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ ഞാൻ ശാന്തമ്മനും വിലാസിനെയും കൂടെ കൂട്ടിയിരിക്കുന്നത് കേട്ടാ. എന്റെ ദേഹത്തെ ഒരു തുള്ളി മണ്ണ് കള്ളിടാൻ അവര് സമ്മതിക്കില്ല അല്ലേ ശാന്തമ്മേ? സാറേ, എന്താടോ? ആ തെങ്ങിൻതോപ്പ് 4-5 പേർ ചീട്ട് കളിക്കുന്നു. കളിക്കട്ടടോ. ഞാൻ അങ്ങോട്ട് ചെന്ന് അവന്മാരെന്നെ കണ്ട് പേടിച്ചിട്ട് വല്ല പുഴയിലോ കിണറ്റിലോ ചാകണം. എനിക്ക് വയ്യ. താൻ വണ്ടി വിട്. പോടോ. പോലീസിന് കൊടുക്കാൻ നടക്കുന്നവരാണ് അവര്. കോളനിയിലെ ചാക്കു സാർ വരുന്നു. ഞാൻ മിസ്റ്റർ കണ്ണൻ സാറിനെ കാണാൻ സ്റ്റേഷനിലേക്ക് വരാതിരിക്കുകയായിരുന്നു. എന്തിനാ സാറേ? ആർക്കെങ്കിലും അടി കൊടുക്കാനാണോ? അടിക്കാനും പിടിക്കാനൊന്നുമല്ല. ഞങ്ങളുടെ കോളനിയിലെ ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ എല്ലാ ചുമതലകളും എനിക്കാ. ഞങ്ങളൊരു നാടകീയ നൃത്തശില്പം അവതരിപ്പിക്കുന്നുണ്ട്. അന്വേഷിച്ചപ്പോ സാറ് ഈ കലകളിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേട്ടു. കേട്ടത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് സാറിന് വിരോധമുണ്ടോ? കൊള്ളാം. എന്ത് വിരോധം? അതിരിക്കട്ടെ, ഈ നാടകീയ നൃത്തശില്പം എന്ന് വെച്ചാൽ ഒരു നാടകം, ഒരു നൃത്തം, ഒരു ശില്പം. അയ്യോ അതല്ല, ഈ തിരുവാതിര കുച്ചിപ്പടി കൂടി മിക്സ് ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട്. ഞങ്ങളുടെ അസോസിയേഷന് വേണ്ടി ഞങ്ങൾ കളിച്ചതാ. ഞങ്ങളൊരു സാമ്പിൾ കാണിക്കാം. വാടോ, നിങ്ങൾ വാ. തലക്കുറവൻ ഞാൻ
മലകുറവൻ കാട്ടിൽ അയ്യോ തേനെടുക്കാൻ ഈ പോയൊരു യൂണിഫോം ഇട്ടോണ്ട് ഈ നടു റോഡിൽ വെച്ച് വേണ്ട, ഓണത്തിന് റെഡിയാക്കിയാ മതി. ഞങ്ങൾ യൂണിഫോം കാണിക്കാം. അയ്യോ അത് ഒട്ടും വേണ്ട. എന്നാ സാർ ധൈര്യമായിട്ട് പോയിക്കോ, ശോ. ഒന്നോട്ട് പേടിക്കണ്ട. ആ അഭിലാഷിനി ഏതായാലും സാറ് പറഞ്ഞല്ലേ നമുക്കൊരു സ്റ്റെപ്പ് കളിക്കാം. മലകുറവൻ ഞാൻ മലകുറവൻ കാട്ടില് തേനെ കളിക്കടോ തേനെടുക്കാൻ പോയൊരു മലകുറവൻ ഞാൻ. സത്യമേവ ജയതേ സത്യവാന സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാന സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാന സത്യമേവ ജയതേ സത്യവാൻ 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 സത്യവാൻ. ചാക്കോ അവർകൾ എങ്ങോട്ടാണാവോ യാത്ര? സത്യസമ്മേളനവുമായി ഇങ്ങനെ നടന്നാ മതിയോ തങ്കപ്പ? ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ റിഹേഴ്സൽ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം മംഗളകരമായി നടക്കട്ടെ. എനിക്കൊരു സത്യസംവേദന യാത്രയുണ്ട്. ഈ കുട്ടി ഒരു നാടകീയ നൃത്തശില്പം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഭാരതാംബയായിട്ട് അഭിനയിക്കുന്നത് ഈ കുട്ടിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. ഭാരതാംബ എന്ന് പറഞ്ഞാൽ കുറച്ചാകാര വടിവൊക്കെ വേണ്ടേ? ഇത് സോമാലാംബികയായി വേഷം കെട്ടി ഇറക്കാൻ കൊള്ളാം. നിന്നെ ഞാൻ- ഓ ഒന്നും ചെയ്യല്ലേ. സാർ ചുമ്മാതിരി. ഇങ്ങനെ എടുത്തടിച്ച പോലെ അഭിപ്രായം പറയാൻ പാടില്ല. ഇവള് വളർന്നു വരുന്ന ഒരു കലാകാരിയാ, അവളെ തളർത്തരുത്. പെങ്ങളെ, പെങ്ങളെന്നെ അടിച്ചു. ഇതുപോലെ സത്യം പറഞ്ഞിനി മഹാത്മാഗാന്ധിക്കും ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ കുട്ടിയെ ഭാരതാംബയായിട്ട് വേഷം കെട്ടിക്കാൻ കൊള്ളത്തില്ല. തങ്കപ്പ എഴുതാക്കി തങ്കപ്പ എഴുതാക്കി. തങ്കപ്പ തങ്കപ്പൻ ഇപ്പൊ പൊയ്ക്കോ, നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. സാർ ഒരു പാട്ട് കേൾക്കുന്നില്ലേ? പാട്ടോ? ഏത് പാട്ട്? സത്യത്തിനെന്നും ശരശയ്യ മാത്രം, സത്യത്തിനെന്നും. നിങ്ങൾ ആരും ആ പാട്ട് കേൾക്കില്ല, ഞാൻ കേൾക്കും. കാരണം ഞാൻ സത്യമുള്ളവനാ. സത്യത്തിനെന്നും ശരശയ്യ മാത്രം. അയ്യോ പാവം, വട്ടായി പോയെന്ന് തോന്നുന്നേ. ബാബാ